ഹലോ ഫ്രണ്ട്സ്, 2026 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മൂന്നാം ഘട്ടം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. 2021 മുതലുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ നിന്ന് ഇത്തവണ ഉണ്ടായ വളരെ വലിയൊരു വ്യത്യാസം, 3 ഘട്ടങ്ങളും ഏകദേശം ഒരേ നിലവാരം പുലർത്തിയ പരീക്ഷകളാണ് PSC ഇത്തവണ നടത്തിയത്. അങ്ങനെ പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാവാം. ഒന്നാം ഘട്ടം പരീക്ഷ എഴുതിയവർ വിചാരിക്കും 2ഉം 3ഉം ഘട്ടം എളുപ്പമായിരുന്നു, ഒന്നാം ഘട്ടം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. രണ്ടാം ഘട്ടം എഴുതിയവർ വിചാരിക്കുന്നത് ഇന്നത്തെ എക്സാമും ആദ്യത്തെ എക്സാമും ആയിരുന്നു എളുപ്പം, രണ്ടാം ഘട്ടം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഇന്ന് എക്സാം എഴുതിയവർ ഉറപ്പായിട്ടും വിചാരിക്കുന്നത് കഴിഞ്ഞ 2 എക്സാം ഇന്നത്തെക്കാളും കുറച്ചുകൂടി എളുപ്പമായിരുന്നു, ഇന്നത്തെ അല്പം പ്രയാസമായിരുന്നു എന്നൊക്കെയാണ്. അതിന് മറ്റൊരു കാരണവും ഇല്ല. നിങ്ങൾ എഴുതിയ പരീക്ഷ സ്കൂളിലിരുന്ന് എഴുതിയതും മറ്റു 2 ചോദ്യ പേപ്പറുകളും വീട്ടിലിരുന്ന് ചായയും കുടിച്ച് വായിച്ചതുമാണ്. അപ്പോൾ ആ ചോദ്യ പേപ്പറിനെ നിങ്ങൾ സമീപിക്കുന്നത് വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത അന്തരീക്ഷത്തിലുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതാത്ത ഘട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതായിട്ട് തോന്നുന്നത്. നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ഒരേ അച്ചിൽ വാർത്ത ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഏകദേശം ഒരേപോലെയുള്ള ചോദ്യങ്ങളാണ് ഈ 3 പരീക്ഷകൾക്കും ചോദിച്ചത്. ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഞാൻ ആൻസർ കീയിലോട്ടൊന്നും കടക്കുന്നില്ല, ഈ വീഡിയോ അപ്ലോഡ് ആവുമ്പോൾ തന്നെ PSC പ്രൊഫഷണൽ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യ പേപ്പർ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ആദ്യം വായിച്ചു നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. പ്രത്യേകിച്ച് ചരിത്രമൊക്കെ ആദ്യം ആരംഭിക്കുമ്പോൾ കുളച്ചൽ യുദ്ധം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഫ്രഞ്ച് വിപ്ലവം, അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം ഓടിച്ചിങ്ങനെ വായിക്കുമല്ലോ. വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ എല്ലാം പഠിച്ചതുമായിട്ടുള്ള പോർഷൻസിൽ നിന്നാണ് എന്ന് തോന്നും. ആ തോന്നൽ നിങ്ങളെ കൂടുതൽ ചോദ്യങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കും. പരീക്ഷ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചോദ്യപേപ്പർ ഒന്ന് ഓടിച്ച് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഉത്തരം എഴുതണം എന്നൊരു തയ്യാറെടുപ്പ് നിങ്ങളുടെ മനസ്സിൽ വരും. പക്ഷെ അതിലെ പ്രശ്നം, ഗുരുവായൂർ സത്യാഗ്രഹമായാലും വൈക്കം സത്യാഗ്രഹമായാലും വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, വളരെ ഡീപ്പായിട്ട് വളരെ വ്യക്തമായിട്ട് ആ മേഖല കവർ ചെയ്ത ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇന്നത്തെ പരീക്ഷയ്ക്ക് പറ്റിയ അബദ്ധം, പഠിപ്പിച്ച മേഖലയിൽ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് വിചാരിച്ച് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. 70 ചോദ്യത്തിൽ കൂടുതൽ ആൻസർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇന്നത്തെ ചോദ്യ പേപ്പറിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് വരാനുള്ള വളരെ വലിയ പോസിബിലിറ്റി ആണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉള്ളത്. എല്ലാവർക്കും അങ്ങനെ നെഗറ്റീവ് മാർക്ക് വന്നു എന്നല്ല പറയുന്നത്, നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടിയ പരീക്ഷയായിരുന്നു ഇന്ന് നടന്നത്. നമുക്ക് ഇതിലെ ഓരോ വിഷയമായിട്ട് പരിശോധിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ ഇത്തവണയും 10 ചോദ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കോൺഫിഡൻസോടുകൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 4 ചോദ്യങ്ങളാണ് ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കുളച്ചൽ യുദ്ധത്തെ കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിലും ഡച്ചുകാർ കോട്ട പണിയെഴുപ്പിക്കാൻ തിരുവിതാംകൂറുകാരെ സഹായിച്ചിരുന്നു എന്നൊക്കെയുള്ള പ്രസ്താവന വരുമ്പോൾ നമ്മൾ അതിൽ കൺഫ്യൂഷനിലാകും. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു, പിന്നെ അവരുടെ സഹായം കിട്ടിയോ എന്നുള്ള ചിന്തയൊക്കെ പരീക്ഷ ഹോളിൽ വരും. അങ്ങനെ ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു ഡൗട്ടും ഒക്കെ വരികയാണെങ്കിൽ ആ ചോദ്യം അങ്ങ് സ്കിപ്പ് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോ ഉറപ്പിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണം, തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ, മദ്രാസ് ലേബർ യൂണിയൻ, 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിലെ ഏത് എസ്റ്റേറ്റ് ആണ് ടാക്സ് നൽകിയിരുന്നത്, അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുവെങ്കിലും എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് അതിന് ആൻസർ കിട്ടുമായിരുന്നു. കാരണം വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു എന്ന പ്രസ്താവന തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് 3ാമത്തെ പ്രസ്താവന ഒരിക്കലും ശരിയാവില്ല. അതിലെ ഓപ്ഷൻ B, C, D ഈ 3 ഓപ്ഷനിലും AK ഗോപാലൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ A മാത്രമേ വരുള്ളൂ. പ്രസ്താവന 1ഉം 2ഉം മാത്രം ശരി. അങ്ങനെ എലിമിനേഷൻ ടെക്നിക്ക് കൂടി നോക്കുകയാണെങ്കിൽ ആ ചോദ്യം ഉൾപ്പെടെ നമുക്ക് ഹിസ്റ്ററിക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ 2ാമത്തെ പരീക്ഷയ്ക്കും ഇതേപോലെ തന്നെ ആയിരുന്നു. ജോഗ്രഫിയിൽ നിന്ന് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. ഗൾഫ് സ്ട്രീമിന്റെ ചോദ്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഉപദ്വീപീയ നദി, ഗോദാവരിയുമായി ബന്ധപ്പെട്ടത്, പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ രൂപമല്ലാത്ത ആണവോർജം, അതുപോലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്, ആ 4 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് കിട്ടും. പിന്നെ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതെന്നാണ്. അതിന്റെ ഉത്തരം അറ്റ്ലസ് ആണ്. പക്ഷെ വളരെ സാവധാനത്തിൽ ഇരുന്ന് സമയമെടുത്ത് ആലോചിച്ചാൽ നമുക്കത് കിട്ടും. പക്ഷെ ആ പരീക്ഷാ ഹാളിൽ അറ്റ്ലസ് എഴുതുമോ ഇല്ലയോ എന്നൊരു
കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ജോഗ്രഫിക്ക് 5-ൽ 4 മാർക്ക് മാത്രമേ ഒരു ഉദ്യോഗാർത്ഥി സ്കോർ ചെയ്യൂ എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം എക്കണോമിക്സിലോട്ട് പോകുമ്പോൾ എക്കണോമിക്സ് വളരെ നിലവാരമുള്ള ചോദ്യങ്ങളാണ് വന്നത്. 5 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ മാത്രം നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. GDP-യിലെ വർധനവും അതുപോലെ തന്നെ GDP ഡിഫ്ലേറ്ററും. ആ 2 ചോദ്യങ്ങളും ഒരുവിധം PSC പഠിക്കുന്നവർക്ക് കിട്ടും. ബാക്കി 3 ചോദ്യങ്ങളും വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യമായിരുന്നു. അതിൽ ഒരെണ്ണം ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മൂലധന വിപണിയിലെ ഒരു ഉപകരണം എന്ന് പറഞ്ഞു, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ എക്കണോമിക്സിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണി മാർക്കറ്റാണ്. മണി മാർക്കറ്റ് പഠിക്കാൻ തന്നിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ആക്ച്വലി അതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടത് ഓർമ്മയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. അതൊന്നും നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് 5-ൽ 2 മാർക്ക് മാത്രമേ ഞാൻ എക്കണോമിക്സിന് കൊടുക്കുന്നുള്ളൂ. സിവിക്സിലോട്ട് വരുമ്പോൾ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് സിവിക്സിൽ വന്നത്. ചില ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പാർലമെന്ററി കമ്മിറ്റികളെ കുറിക്കുന്ന ഒരു ചോദ്യം, അതുപോലെ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിന് ഏറ്റവും നന്നായി ന്യായീകരിക്കാവുന്ന പ്രിൻസിപ്പിൾ ഏതാണ്, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമാവുന്നത് എന്ത് കൊണ്ടാണ്, ഇതൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് കിട്ടും. സാർവത്രികം, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാകുന്നത് എന്ന രീതിയിൽ വന്ന ആ ചോദ്യം, അത് അങ്ങനെ 3 ചോദ്യങ്ങൾ നമുക്ക് സിവിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ സിവിക്സിൽ നമുക്ക് 5-ൽ 3 മാർക്ക് കൊടുക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ ഇത്തവണ 3 പരീക്ഷയിലും കോൺസ്റ്റിറ്റ്യൂഷനിലെ ചോദ്യങ്ങൾ വളരെ വളരെ കുറവാണ്. ഇത്തവണ ഈ പരീക്ഷയിൽ ഒരു ചോദ്യങ്ങളും ഉണ്ട്. അതും 11ാം ഷെഡ്യൂളിൽ വരുന്ന സബ്ജക്റ്റുകളെ കുറിച്ചാണ്. 11ാം ഷെഡ്യൂളിൽ 29 സബ്ജക്റ്റ് ഉണ്ട്. ഈ 29 സബ്ജക്റ്റും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ പഠിച്ചവരുണ്ടെങ്കിൽ അവർ എഴുതും. അല്ലാതെ ഇത് ഒരു സാധാരണ ഉദ്യോഗാർത്ഥി എഴുതാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ സമയമെടുത്ത് ചിന്തിച്ചാൽ കിട്ടും, അത് കിട്ടും. ഇപ്പൊ വീട്ടിൽ ഇരുന്ന് ഈ ചോദ്യം മാത്രം എടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളും തമ്മിൽ ഓരോ വിഷയമായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്തോ നെറ്റിൽ സെർച്ച് ചെയ്തോ നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തും. പക്ഷെ നിങ്ങൾ ഇത് ആലോചിക്കുക, ഇത് പരീക്ഷാ ഹോളാണ്. അവിടെ നിങ്ങൾ അതിന് സമയം കളയേണ്ട കാര്യമില്ല. അറിയില്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാർക്ക് വരില്ല എന്നുള്ളതാണ് ഞാൻ പ്രിലിംസിന് വേണ്ടി മാറ്റിവെക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാ തവണത്തെയും പോലെ തന്നെയാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. 2 ചോദ്യങ്ങൾ ISROയും DRDOയും ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 5-ൽ 2 ചോദ്യങ്ങളെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം വരുന്നത് കമ്പ്യൂട്ടർ. 3 ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. പ്രത്യേകിച്ച് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് PSC പഠിച്ചില്ലെങ്കിൽ പോലും ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ DRAM എന്ന് പറയുന്ന ഡേറ്റ മെമ്മറിയുമായി ബന്ധപ്പെട്ട ചോദ്യം. പിന്നെ HTML പ്ലാറ്റ്ഫോം സ്വതന്ത്രമാണ്, വെബ് ബ്രൗസർ ഉപയോഗിച്ച് ഏത് സിസ്റ്റത്തിലും HTML ഡോക്യുമെന്റുകൾ കാണാൻ കഴിയും എന്നുള്ള ആ ചോദ്യം. അങ്ങനെ IT-യിലെ 3 ചോദ്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ സ്പോർട്സ് 10 മാർക്കിനാണ്. പക്ഷെ പ്ലസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കുമാരഗുരുദേവനിൽ നിന്നൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 11 ചോദ്യങ്ങളാണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ആരുടെ പേരിലാണ്, ശ്രീനാരായണ ഗുരുവാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒളിമ്പിക്സ് പതാകയുമായി ബന്ധപ്പെട്ട ചോദ്യം, ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ആണെന്നുള്ള ബേസ് ആയിട്ടുള്ള ചോദ്യം, പിന്നെ ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, വില്ലുവണ്ടി സമരം അത് കാലക്രമത്തിൽ ക്രമീകരിക്കുക എന്ന് പറയുന്ന ചോദ്യം. പിന്നെ ശാസ്താവിന്റെ ക്ഷേത്രം അല്ലാത്തത് ഏതെന്നാണ്. നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രം, അത് ബേസിക് ആയിട്ട് ഒരു അറിവുണ്ടെങ്കിൽ അറിയാം, ശാസ്താവുമായി ബന്ധമില്ലാത്ത ക്ഷേത്രമാണ്. അപ്പോൾ അത് നമുക്ക് മാർക്കായിട്ട് കിട്ടും. പിന്നെ കുമാരഗുരുദേവൻ ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നുള്ള ചോദ്യം കൂടെ ചേർത്ത് നമുക്ക് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് 6 മാർക്ക് പ്രിലിംസ് പാസ്സാവേണ്ട ഒരു ഉദ്യോഗാർത്ഥി നേടും എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് GK-യിൽ മിസലേനിയസ് ആയിട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് ഓൺ ബെൽറ്റ് ഓൺ റോഡ് എന്ന് പറയുന്ന ചൈനയുടെ സംരംഭം, പിന്നെ അഴിമതിക്കെതിരെ പ്രവർത്തിച്ച അണ്ണാ ഹസാരെയുമായി ബന്ധപ്പെട്ട ചോദ്യം, പിന്നെ കറുപ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ, ഇത് മിസലേനിയസ് ചോദ്യങ്ങളായിരുന്നു. ഇതിൽ അണ്ണാ ഹസാരെയുമായി ബന്ധപ്പെട്ട ആ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ബാക്കി 2 ചോദ്യങ്ങളും ഉറപ്പില്ല. ഞാൻ പറഞ്ഞത് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഉറപ്പില്ല. മെയിൻസ് പരീക്ഷയാണെങ്കിൽ ചില ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ മാർക്ക് സ്കോർ ചെയ്യും. ഇങ്ങനെയാണ് GK പാർട്ടിന്റെ ഓരോ മേഖലകളും. പിന്നെ മാത്സ് 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സമയമെടുത്ത് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു മാത്സിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പെട്ടെന്ന് ആൻസർ ചെയ്താൽ കിട്ടുന്ന ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുക. സമയമെടുത്ത് ചെയ്താൽ കിട്ടുന്നതിലോട്ട് നമ്മൾ പോകരുത്, അവസാനം പോവാം. പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യരുത്. നമ്മൾ പ്രിലിംസ് പരീക്ഷയാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്സിന് ഒരു 10 മാർക്ക് തന്നെ ഇന്നത്തെ പ്രിലിംസ് പരീക്ഷയ്ക്ക്
നല്ലതാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ 11 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിന്റെ പ്രത്യേകത ഫസ്റ്റ് സെക്കൻഡ് ഫേസുകളെക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വൊക്കാബുലറി ചോദ്യങ്ങളൊക്കെ അല്പം കാഠിന്യമേറിയതും ആയിരുന്നു. അതുകൊണ്ട് തന്നെ 11 മാർക്ക് മതി ഇന്നത്തെ പ്രിലിംസ് പരീക്ഷയ്ക്ക്. ഇംഗ്ലീഷും നല്ല മാർക്കാണ്. മലയാളവും ഇതേപോലെ തന്നെയാണ്. ശരാശരിയേക്കാളും അല്പം കൂടി ഉയർന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നത്. മലയാളത്തിന് അതുകൊണ്ട് 5 മാർക്കായിരിക്കാം നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഹിസ്റ്ററി 4 മാർക്ക്, ജോഗ്രഫി 4 മാർക്ക് 8, എക്കണോമിക്സ് 2 മാർക്ക് 10, സിവിക്സ് 3 13, കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ മാർക്ക് നൽകുന്നില്ല, സയൻസ് ആൻഡ് ടെക്നോളജി 2 15, കമ്പ്യൂട്ടർ 3 18, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ 11 ചോദ്യത്തിൽ കുമാരഗുരുദേവനും കൂടെ ചേർത്ത് 6 24, മിസ്ലേനിയസിൽ നിന്ന് 1 ചോദ്യം അണ്ണ ഹസാരെ 25, മാത്സ് 10 35, ഇംഗ്ലീഷ് 11 46, മലയാളം 5 51. അതായത് ഇന്നത്തെ പരീക്ഷയ്ക്ക് ഒരുവിധം പഠിക്കുന്ന ഉദ്യോഗാർത്ഥി, അതായത് പ്രിലിമിനറി എക്സാം, ഞാൻ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തല്ല പറയുന്നത്, പ്രിലിംസ് എക്സാം, അതിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. 51 ക്വസ്റ്റ്യൻ ശരി കിട്ടും എന്ന് പറയുമ്പോൾ കറക്റ്റ് 51 എഴുതിയിട്ടല്ല ഇന്ന് പരീക്ഷ എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയും വന്നിട്ടുള്ളത്. നിങ്ങൾ 65 തൊട്ട് 70 ചോദ്യങ്ങൾ വരെ ഉറപ്പായിട്ടും എഴുതിയിട്ടുണ്ടാവും. അതായത് ഇന്നത്തെ പ്രിലിംസ് ലിസ്റ്റിൽ വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അവര് 65 തൊട്ട് 70 വരെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിയാവാൻ സാധ്യത 51 ശരി വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 15 തൊട്ട് 18 വരെ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ എക്സാമിന് നെഗറ്റീവ് കുറച്ച് എഴുതിയവരും ഉണ്ട് കേട്ടോ. അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. പൊതുവേ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേകത ഉറപ്പാണ് 15 തൊട്ട് 18 വരെ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മുതൽ 6 മാർക്ക് വരെ നിങ്ങൾക്ക് കുറയാം, ഉറപ്പായിട്ട് കുറയും. അതായത് ഇന്നത്തെ പരീക്ഷയിലെ ഏറ്റവും നല്ല മാർക്ക് 46ആണ്. ഏറ്റവും നല്ല മാർക്ക് 46 47 വരാം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക്. അതുകൊണ്ട് 41 തൊട്ട് 46 വരെ ഉള്ളവർക്ക് ഇന്നത്തെ പ്രിലിംസ് പരീക്ഷ പാസ്സാവാൻ സാധിക്കും. അപ്പോ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 2 എക്സാമിനും ഏകദേശം ഇതേ റേഞ്ച് തന്നെയാണ് വന്നത്. ഞാൻ 41 എന്ന് പറഞ്ഞെങ്കിലും 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവേ. കറക്റ്റ് ആയിട്ടൊന്നും നമുക്ക് പറയാനൊന്നും പറ്റുന്നില്ല. ഒരു അറിവ് വെച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ്. 1-2 മാർക്ക് മാറിയാൽ അതൊരു കുറ്റമായിട്ട് കാണരുത്. അപ്പൊ 41 മുതൽ 46 മാർക്ക് വരെ വാങ്ങിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിക്കുക. 41മായി അടുത്തു വരുന്ന മാർക്കുള്ളവർക്കും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ 40-ൽ താഴെ ആയാൽ പോലും, ഇപ്പൊ 37 38 ആയാൽ പോലും പ്രിപ്പയർ ചെയ്യുക. അത് ഫസ്റ്റ് ഫേസ് ആയാലും സെക്കൻഡ് ഫേസ് ആയാലും. കാരണം റിസർവേഷൻ കാറ്റഗറി ഉള്ളവരുടെ എണ്ണം ഇതിൽ കൂടുതലായിരിക്കും. അപ്പൊ നോർമൽ കട്ട് ഓഫിനേക്കാളും നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 3 ഫേസിലും 40 മുതൽ 45 മാർക്ക് വരെ മാർക്ക് സ്കോർ ചെയ്തവർ മെയിൻസ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുക. ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും നന്നായി മെയിൻസിനും പഠിക്കുക. ഉടൻ തന്നെ ജോലി ഉറപ്പാക്കുക. നന്ദി.